കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെങ്കിൽ താഴെയുള്ള മെമ്പർഷിപ്പ് എടുക്കാം. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന 500-ലധികം വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതായത് ഈ കേസിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ കസ്റ്റഡി സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബ കോടതികളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്ത സാഹചര്യത്തിൽ വിസിറ്റേഷൻ പവറിന് വേണ്ടിയിട്ട് അച്ഛൻ കോടതിയിൽ അപേക്ഷിക്കുകയും അങ്ങനെ കുട്ടീനെ കാണുവാൻ മാത്രമുള്ള ഒരു പെർമിഷൻ കോടതിയിൽ നിന്നും അച്ഛന് ലഭിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കുട്ടിയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ കുട്ടി പറയാണ്, കുട്ടീനെ അമ്മ പലപ്പോഴും തല്ലാറുണ്ട്. അമ്മ തല്ലുന്നു എന്ന് മാത്രമല്ല, അത് കൈകൊണ്ട് മാത്രമല്ല വടി ഉപയോഗിച്ചുകൊണ്ടൊക്കെ തല്ലാറുണ്ട്. അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഒപ്പം നിൽക്കുവാനായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ്. എന്നെ കൊല്ലുമെന്ന് പേടിയുണ്ട് എന്നെല്ലാം ഈ പിഞ്ചു കുഞ്ഞ് അച്ഛനോട് വന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. അപ്പോൾ നമ്മുടെ നാട്ടുകാരെന്താ പറഞ്ഞ്, എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അച്ഛൻ ഈ ഒരു കാര്യം പറഞ്ഞ് പോയാൽ പ്രത്യേകിച്ച് നീതിയൊന്നും ലഭിക്കില്ല, നീ ഇതിൻ്റെ കാശ് ചിലവാക്കേണ്ട, കേസ് ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൈസ പോയാലും കേസ് തോറ്റാലും ഒന്ന് ഫൈറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അച്ഛൻ തീരുമാനമെടുക്കുകയും ഈ അമ്മ കുട്ടീനെ തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ അമ്മയുടെ തൊട്ടയൽപ്പക്കത്തുള്ള വീട്ടുകാരുടെ സഹായത്താൽ CCTV വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത് എടുക്കുകയും മൊബൈൽ ഫോണും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെക്കോർഡ് ചെയ്യുകയും ഈ തെളിവുകളെല്ലാം കൂടി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുകയും ചെയ്തു. വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതിക്ക് കുട്ടീനെ അമ്മ ഭീകരമായി മർദ്ദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് അച്ഛന് കൈമാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വളർന്നു വരുന്ന തലമുറയാണ്. അടുത്ത ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ പറയുന്ന പിഞ്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എന്ന് പറയുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങളോ നിങ്ങളുടേതായ പ്രശ്നങ്ങളിലോ പേരിലോ ഈ കുട്ടികളെ ഇതുപോലെ നിങ്ങൾ തെറ്റായ രീതിയിൽ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദ പാരമൗണ്ട് വെൽഫെയർ ഓഫ് കിഡ് അല്ലെങ്കിൽ ചൈൽഡ് എന്നാണ് കോടതി പറയും. അതായത് കുട്ടിയുടെ പരമമായ സന്തോഷവും പരമമായ സുരക്ഷിതത്വവുമാണ് കോടതിക്ക് ആവശ്യം. ആയതിനാൽ അമ്മയുടെ കയ്യിൽ നിന്നും കുട്ടിയുടെ കസ്റ്റഡി ഭർത്താവിന് കൊടുക്കുകയും അമ്മയ്ക്ക് ഒരു കൗൺസിലിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അച്ഛന്മാർക്ക് നിങ്ങളുടെ മക്കളെ ഇതുപോലെ നിങ്ങളുടെ സ്പോസസ് ഇതുപോലെ ഉപദ്രവിക്കുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് കോടതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കേസ് ഹിസ്റ്ററി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പാനിക് ആവാതെ പരമാവധി എവിഡൻസ് കളക്ട് ചെയ്യുക, കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ആണ് പെണ്ണ് എന്നുള്ളൊരു വേർതിരിവില്ല. തെളിവാണ് പ്രാധാന്യം. ആരുടെ ഭാഗത്താണ് ന്യായം, അവർ തന്നെയായിരിക്കും വിജയിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു കാണാം. ബൈ.